എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ട് സംസ്കൃതിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുന്നത്. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 2 പഠന പ്രവർത്തനങ്ങളാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കഥാം ഭാവാനുസാരം അവതാരയതു. കഥ ഭാവാനുസാരമായിട്ട് അവതരിപ്പിക്കൂ എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പാഠഭാഗാത് സമാനാർത്ഥക പദാനി ചിത്വ ലിഖതു. പാഠഭാഗത്ത് നിന്ന് ഒരേ അർത്ഥം, അതാണ് സമാനാർത്ഥം, ഒരേ അർത്ഥം വരുന്ന പദങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത്. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കാളിന്തി, കലിന്ദജ, സൂരജ. അടുത്തത് ബലദേവ, ബലഭദ്ര, സീരപാണി, ഹലായുധ, ഹലധര. അടുത്തത് സീരഹ, ഹലം എന്നുള്ള വാക്കാണ് വരിക. ക്ഷിതി, ഭൂലോക, സർവസഹ. ദശ, അവസ്ഥ എന്നാണ് വരിക. അടുത്തത് നോക്കൂ. അധോദത്ത വാക്യാനി പഠിത്വ ഷദ് ശാനജരൂപാണി വിവിച്യ ശദൃ. ഷദ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഷദ് എന്ന് പറയുന്നത്, ഷദ് പ്രത്യയം എപ്പോഴും പരസ്മൈപദി ക്രിയാശബ്ദങ്ങളോട് കൂടിയിട്ടാണ് ഉപയോഗിക്കുക. ഷാനജ് പ്രത്യയം എന്ന് പറയുന്നത് ആത്മനേപദി ക്രിയാപദങ്ങളോട് കൂടിയിട്ടാണ് ഉപയോഗിക്കുക, ക്രിയാശബ്ദങ്ങളോട് കൂടിയിട്ടാണ് ഉപയോഗിക്കുക. അപ്പം ഷദ് പ്രത്യയം എന്ന് പറയുന്നത് പരസ്മൈപദി ക്രിയാശബ്ദങ്ങളോടും ഷാനജ് പ്രത്യയം എന്ന് പറയുന്നത് ആത്മനേപദി ക്രിയാശബ്ദങ്ങളോടും കൂടിയിട്ടാണ് ചേർക്കുക. അപ്പം നോക്കിക്കോളൂ. ഉദാഹരണം. ജനസമൂഹ പ്രകൃതി ദുരന്തം പശ്യൻ കമ്പമാന അഭവത്. ഇതിൽ ശതൃ പ്രത്യയം എങ്ങനെയാണ് മനസ്സിലാക്കുക? പശ്യൻ, ഇന്നിൽ അവസാനിക്കും ശതൃ പ്രത്യയം. ഷാനജ് പ്രത്യയമാണെങ്കിൽ മാനഹ, അതിലാണ് അവസാനിക്കുക. അപ്പം ഇതിൽ ശതൃ പ്രത്യയത്തിൽ പശ്യൻ, ഷാനജ് പ്രത്യയമാണെങ്കിൽ കമ്പമാനഹ. അടുത്ത നോക്കൂ. മുഖ്യ സജീവ ശുഭം ആശംസമാന പ്രഭാഷണം കുറുവൻ അസ്തി. അപ്പോൾ നായിൽ അവസാനിക്കുന്നത് ശതൃ പ്രത്യയമാണ്. അപ്പോൾ ശതൃ എന്ന് പറയുന്നത് കുറുവനാണ്. ആശംസമാനഹ എന്നുള്ളതാണ് ഷാനജ് പ്രത്യയമായിട്ട് വരും. യുവജനോത്സവേ വിജയം ഇച്ഛൻ ഛാത്രാഹ നിതരാം യതമാനഹ അവർത്തത. ഇതിൽ ഇച്ഛൻ എന്നുള്ളത് ശതൃ പ്രത്യയവും ഷാനജ് പ്രത്യയം എന്ന് പറയുന്നത് യതമാനഹ, അങ്ങനെയാണ് വരിക. സഹ ഗീതം ശൃണുവൻ പജമാനഹ അസ്തി. ഇതിൽ ശൃണവൻ എന്ന് പറയുന്നത് ശതൃ പ്രത്യയവും പജമാനഹ എന്ന് പറയുന്നത് ഷാനജ് പ്രത്യയവുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഭൂസ്ഖലനേന പ്രാതിവേശികസ്യ ഭവനം ഭഗ്നം പശ്യൻ ബാലഹ തപമാനഹ അവർത്തത. ഇതിൽ പശ്യൻ എന്ന് പറയുന്നത് ശതൃ പ്രത്യയത്തിനും തപമാനഹ എന്ന് പറയുന്നത് ഷാനജ് പ്രത്യയത്തിനും ആണ് വരിക. ശിഷ്യൻ പാടയൻ അധ്യാപക മോദമാനഹ വർത്തത. അതിൽ പാടയൻ എന്ന് പറയുന്നത് ശതൃ പ്രത്യയത്തിനും മോദമാനഹ ഷാനജ് പ്രത്യയത്തിനുമാണ് വരിക. അടുത്ത നോക്കൂ. പാഠഭാഗാത് ത്വാന്തം ലബന്ധം തുമുനന്ത അവ്യാനി ചിത്വ ലിഖതു. പാഠഭാഗത്ത് നിന്ന് ത്വാന്തം ലബന്ധം തുമുനന്ത അവ്യങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് വരികയാണ് നമുക്ക് നോക്കാം. ത്വാന്തോ അവ്യത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? കൃത്വ, ഉക്ത്വ, അങ്ങനെയൊക്കെയാണ് വരിക. ലബന്ധവ്യത്തിന് സ്വീകൃത്യ, നിശമ്യ, നിരീക്ഷ്യ, ഉപേത്യ, വിധാര്യ. തുമുനന്തവ്യത്തിന് വ്യവഹർത്തും ശ്രോതും. അടുത്തത് ഉദാഹരണാനുസാരം വാക്യം പരിവർത്തയതു. ഇതിൽ ഹൃദയ എന്നുള്ള പദമാണ്. ഈ ഹൃദയ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നിടത്ത് പഞ്ചമി വിഭക്തിയെ ഉപയോഗിക്കാവൂ എന്നുള്ള ഒരു നിയമമുണ്ട്. അപ്പം ഹൃദയ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നിടത്ത് പഞ്ചമി വിഭക്തിയെ ഉപയോഗിക്കാവൂ എന്നുള്ള നിയമമുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കോളൂ. ഉദാഹരണാനുസാരം വാക്യം പരിവർത്തയതു. കക്ഷ്യായാം മോഹനഃ ഹൃദ്. ഹൃദേ സർവേ സന്ധി. മോഹനഃ എന്നുള്ള വാക്കാണ്, അതിനെ പഞ്ചമി വിഭക്തിയിലേക്ക് മാറ്റണം.
ഹൃദയ ചേർക്കുമ്പോൾ. അപ്പം മോഹനാത് കക്ഷ്യായാം മോഹനാത് ഹൃദയ സർവേ സന്ധി. ഗൃഹേ ജനകഃ ഹൃദയ സർവേ സന്ധി. അപ്പം അവിടെ എങ്ങനെയാണ്? ഗൃഹേ ജനകാത് ഹൃദയ സർവേ സന്ധി. അപ്പം ഹൃദയ ചേർക്കുമ്പോൾ എപ്പോഴും എന്താണ്? പഞ്ചമി വിഭക്തിയെ ഉപയോഗിക്കാവൂ എന്നുള്ള അടിവരയിട്ട വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പം ജനകഃ അതാണ്. അപ്പം അതിനെ പഞ്ചമി വിഭക്തിയിലേക്ക് മാറ്റുമ്പോൾ ജനകാത് അവിടെയാണ് മാറ്റം വരിക. ഉദ്യാനെ പാടലസ്യ ഹൃദയ സർവാണി പുഷ്പാനി സന്ധി. അപ്പം അവിടെ പാടലാത് എന്നാണ് വരിക. ഹൃദയ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും പഞ്ചമി വിഭക്തിയിൽ വേണം ചേർക്കാൻ. അതാണ് പാടലാത്. ആവനാത് പടോലേന ഹൃദയ സർവം ആനീതം. അവിടെ പടോലാത് എന്നാണ് വയ്ക്കുക. ഗ്രന്ഥാലയെ കുമാരസംഭവ ഹൃദയ അന്യത് സർവമസ്തി. കുമാരസംഭവാത് എന്നാണ് വയ്ക്കുക. നി തവ കാരുണ്യമേവ തൃണന്യേതാനി തവ പ്രേമ ഇവ ക്ഷീരരൂപേണ പ്രവഹതി. ഇതി പംക്തി വിമർശ്യ നദീനാം കാലിക പ്രാധാന്യം ഇതി വിഷയെ ചർച്ച നയതു എന്നാണ് പറയുന്നത്. എന്താണ്? ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നദികളുടെ കാലിക പ്രാധാന്യത്തെക്കുറിച്ചുള്ള വിഷയത്തിൽ ചർച്ച ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇനി ക്രിയാപദ പരിചയങ്ങൾ. ന്യബദ്ധത് അത് ലെങ്ങാണ് വരിക. നിഷസാദ അത് എന്താ വരിക? ലിട്ടാണ് വരിക. പരസ്മൈ പദവിയിൽ ലിട്ടാണ് വരിക. ജായതേ ലട്ടാണ്. വ്യധാരയത് അവിടെ ലെങ്ങാണ് വരിക. പാർത്ഥയെ അവിടെ ലെട്ടാണ് വരിക. പ്രാവഹത് അവിടെയും ലെങ്ങാണ് വരിക. ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പഠന പ്രവർത്തനങ്ങൾ. എല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുന്നത്. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.